സാധാരണഗതിയിൽ 6 മണിക്ക് മന്ത്രി ആ വീട്ടിൽ പോകുമെന്ന് ആരെങ്കിലും കരുതുമോ? അപ്പോൾ പ്രതിഷേധത്തെ ഭയന്നല്ലേ വെളുപ്പിന് 5 മണിക്ക് അവിടെ വന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഇറങ്ങി 6 മണിക്ക് വീട്ടിൽ ചെല്ലുക. അപ്പം അത് പകൽ വെളിച്ചത്തിൽ പോകാനുള്ള പേടി കൊണ്ടല്ലേ? പകൽ വെളിച്ചത്തിൽ പോകണമായിരുന്നു മന്ത്രി ധൈര്യത്തോടെ, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് വെളുത്തിന് 4 മണിക്ക് റെഡിയായി 5 മണിക്ക് യാത്ര ചെയ്ത് 6 മണിക്ക് വീട്ടിലെത്തുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പറയാതെ എല്ലാവർക്കും മനസ്സിലാവും. തീർച്ചയായിട്ടും ആ പ്രതിഷേധം തുടരുകയാണ്. ഇതിന് വളരെ ലാഘവത്തോടു കൂടിയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇത്തരം വിഷയങ്ങളെ കാണുന്നത്. ഇന്നലെ ഞാൻ അവിടെ പോയി മെഡിക്കൽ കോളേജ് സന്ദർശിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് തലയോലപ്പറമ്പിൽ പോയി ആ വീട് സന്ദർശിച്ചതാണ്. ഇവിടെ വളരെ ഗുരുതരമായ തെറ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ആരാണ് ഇതിന് ഉത്തരവാദി? കണ്ടെത്തണ്ടേ? ആ ഉത്തരവാദികളെ ശിക്ഷിക്കണ്ടേ? നാളെ നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഉള്ള കർശനമായ നടപടികൾ ഉണ്ടാകണ്ടേ? പക്ഷേ എല്ലാവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ക്ലീൻ ചിറ്റ് നൽകുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് വളരെ ദൗർഭാഗ്യകരമായൊരു കാര്യമാണ്. വിലപ്പെട്ട ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടു. അവിടെ നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റി. എന്താണ് സംഭവിച്ചതെന്നുള്ളത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റില്ലേ? അപ്പം അത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും നിറവേറ്റാൻ തയ്യാറാകുന്നില്ല. മന്ത്രി ഈ കാര്യത്തിൽ കാണിക്കുന്ന തികഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇന്ന് ദേശാഭിമാനി അടക്കം പറയുന്നത് ഒരു നുണപ്രചരണം പ്രതിപക്ഷം നടത്തുന്നു, നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണ് പ്രതിഷേധം എന്നുള്ളതാണ്. ആരാ ഇവിടെ അല്ല, വ്യാജപ്രചരണം നടത്തുന്നതൊക്കെ ദേശാഭിമാനി തന്നെയാണ്. വേറെ ആരും അത് നടത്താറില്ല. വേറെ ആരും അത് കേരളത്തിൽ നടത്തുന്നുമില്ല. അപ്പോൾ ആ കള്ളപ്രചരണം ആരും വിശ്വസിക്കാതിരുന്നാൽ മതി. ഇവിടെ ഉണ്ടായ സംഭവത്തിന് ഉത്തരവാദി ആരാണ്? ഗവൺമെന്റ് അല്ലേ? ഒരാൾ മരിച്ചു, നിരവധി പേർ ആശുപത്രിയിലായി, ഒരു കെട്ടിടം ഇടിഞ്ഞ് വീഴുന്നു. ഇതൊക്കെ നുണപ്രചരണം ആണോ? സത്യമല്ലേ? ഇതെല്ലാം ഇതൊക്കെ യാഥാർത്ഥ്യമല്ലേ? ആ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടക്കിയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അതിന് രാഷ്ട്രീയ നിറം കൊടുക്കുന്നു. ഭരണത്തിന്റെ തകർച്ചയാണ് കാണുന്നത്. ഒരു കെട്ടിടം മാത്രമല്ല, ഒരു ഗവൺമെന്റ് തന്നെ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വസ്തുതകൾ മനസ്സിലാക്കി ജനങ്ങളുടെ ഇപ്പം ഏത് ആശുപത്രിയിലാണ് മരുന്നുള്ളത്? താലൂക്ക് ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല, CHCയിൽ പോയാൽ മരുന്നില്ല, അതുപോലെ തന്നെ ഉപകരണങ്ങളില്ല. ഇവിടെ ഡോക്ടറാ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഡോക്ടർ പറഞ്ഞതല്ലേ സത്യമല്ലേ? ഞങ്ങളാരും പറയിച്ചാണോ? ഞങ്ങളാരും പറയും അദ്ദേഹം ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ആശുപത്രിയിൽ മരുന്നില്ല, ഉപകരണമില്ല, ഡോക്ടർമാർക്ക് പ്രവർത്തിക്കാൻ ഉള്ള സാഹചര്യമില്ല. പാവപ്പെട്ട രോഗികൾ വന്നാൽ മരുന്ന് കുറിച്ച് കൊടുക്കും. അവരെവിടെയെങ്കിലും പോയി പണം ഉണ്ടായിക്കൊണ്ടിരണം. ഇപ്പം എല്ലാ പാവങ്ങൾക്കും അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവർക്ക് പോകാൻ കഴിയുന്നത് ഗവൺമെന്റ് ആശുപത്രികളിലാണ്. 10 വർഷമായിട്ട് അത് നന്നാക്കാൻ വന്നവരല്ലേ അവര്? 10 വർഷമായി എല്ലാം നന്നാക്കാൻ വന്നവരല്ലേ? എന്താ നന്നാക്കിയത്? എന്ന് സർക്കാർ ആശുപത്രി നടന്നു പോകുന്നവൻ മൂക്കി പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന സ്ഥിതിയാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. എല്ലാ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി അതീവ ദയനീയമാണ്. എല്ലാം ശരിയാക്കാൻ വന്നവരാണ് ആളുകളെ ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുന്നത്. അത് ആളുകൾക്ക് ബോധ്യമുള്ള കാര്യമാണ്. ആ തെറ്റുകൾ തിരുത്തി പാവപ്പെട്ട ജനങ്ങൾക്ക്, സർക്കാർ ആശുപത്രിയിൽ പോകുന്ന പാവങ്ങൾക്ക് സൗകര്യം ഒരുക്കാനുള്ളതാണ് ഉത്തരവാദിത്തം. അത് ചെയ്യാതെ ഞങ്ങളുടെ മേലെന്തിനാ കുതിര കയറുന്നു? പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തം ഇതെല്ലാം തുറന്നു കാണിക്കാനുള്ളതാണ്. അത് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. അതുപോലെ ഇന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വീണ ജോർജ് 24-ലൂടെ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. പകൽ 7 മണി അവിടെയുള്ളവർക്കൊക്കെ രാവിലെയാണ്, MC റോഡിലൂടെയാണ് പോയതെന്നൊക്കെയാണ് മറുപടി. സാധാരണഗതിയിൽ 6 മണിക്ക് മന്ത്രി ആ വീട്ടിൽ പോകുമെന്ന് ആരെങ്കിലും കരുതുമോ? അപ്പോൾ പ്രതിഷേധത്തെ ഭയന്നല്ലേ വെളുപ്പിന് 5 മണിക്ക് അവിടെ വന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഇറങ്ങി 6 മണിക്ക് വീട്ടിൽ ചെല്ലുക. അപ്പം അത് പകൽ വെളിച്ചത്തിൽ പോകാനുള്ള പേടി കൊണ്ടല്ലേ? പകൽ വെളിച്ചത്തിൽ പോകണമായിരുന്നു മന്ത്രി ധൈര്യത്തോടെ, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാണ്ട് വെളുത്തിന് 4 മണിക്ക് റെഡിയായി 5 മണിക്ക് യാത്ര ചെയ്ത് 6 മണിക്ക് വീട്ടിലെത്തുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഞാൻ പറയാതെ എല്ലാവർക്കും മനസ്സിലാവും.